എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് നാടൻ രീതിയിലുള്ള ഒരു ഫ്രൈഡ് റൈസാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലേക്ക് ഉപയോഗിക്കുന്നുള്ളൂ. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഫ്രൈഡ് റൈസ് നമുക്ക് റെഡി ആയിട്ട് കിട്ടും. പെട്ടെന്ന് വിരുന്നുകാരെങ്കിലും വരുവാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാനും കുട്ടികൾക്കൊക്കെ ലഞ്ചിന് കൊടുത്തു വിടാനും വളരെ നല്ല ഒരു ഐറ്റമാണ് ഇത്. ഇനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത്രയും സാധനങ്ങളാണ് ഇതിനു വേണ്ടിയിട്ട് എടുക്കുന്നത്. ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഇത് ഓരോന്നായിട്ട് കൃത്യമായിട്ട് പറയാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് 3 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ നെയ്യ് ഒഴിച്ചാലും മതി. 3 സ്പൂൺ ഒഴിക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടും. നെയ്യ് ചൂടാകുമ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് ബീൻസ് അരിഞ്ഞതും 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് ചേർക്കുന്നത് ഇവിടെ വീഡിയോയിൽ വിട്ടുപോയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബീൻസ് നെയ്ക്കകത്ത് കിടന്നൊന്ന് നല്ലവണ്ണം വെന്ത് കിട്ടണം. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് ഇത് ആവിയിൽ വേവിച്ചും എടുക്കാം. പച്ചക്കറികൾ ഓരോന്നായിട്ട് വഴറ്റിയെടുക്കുന്ന സമയത്ത് തന്നെ വേറൊരു പാത്രത്തിൽ ചോറും കൂടെ വേവിച്ചെടുക്കാം. ഇത് 2 കപ്പ് ബിരിയാണി അരിയാണ്. നീളത്തിലുള്ള ബസ്മതി റൈസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒന്ന് കഴുകി വെള്ളം കളഞ്ഞതിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ഇതൊന്ന് വറുത്തെടുക്കണം. കഴുകി വെള്ളം വാർന്ന അരി ചൂടായ നെയ്യിലേക്കിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ അരി ഒരുപാട് സമയം വറക്കുന്നില്ല. ഇത് വേവിക്കാനുള്ള വെള്ളം വേറൊരടുപ്പത്ത് തിളയ്ക്കാൻ വെക്കുന്ന സമയം വരെ മാത്രമേ ഇത് വറക്കുന്നുള്ളൂ. ഇടയ്ക്ക് ഇതിലേക്ക് വേണ്ട പച്ചക്കറിയും ഒന്ന് ഇളക്കി കൊടുക്കണം. ബീൻസ് ഒരു 3/4 വേവാകുമ്പോഴേക്ക് ഇതിലേക്ക് ക്യാബേജ് മുറിച്ചതും കുറച്ച് പച്ചമുളകും ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അരി വറക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ ഇത് വേവിക്കാനുള്ള വെള്ളവും കൂടെ തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കറുവാപ്പട്ടയും 5-6 ഗ്രാമ്പും കൂടെ ചേർത്താണ് തിളയ്ക്കാൻ വേണ്ടി വെക്കുന്നത്. അരിയും പച്ചക്കറിയും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി ഓർക്കണം. ഈ സമയമായപ്പോഴേക്ക് തിളപ്പിക്കാൻ വെച്ച വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് അരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നേരത്തെ ബീൻസിലേക്ക് ചേർത്ത് കൊടുത്ത ക്യാബേജും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാരറ്റ് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ആ സമയത്ത് കുറച്ച് പച്ചമുളകും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതും നേരത്തെ ചേർത്ത ആ നെയ്യിൽ തന്നെ നന്നായിട്ടൊന്ന് വഴന്ന് വെന്ത് വരണം. സാധാരണ ഫ്രൈഡ് റൈസിലേക്ക് ചേർക്കുന്ന പച്ചക്കറി ഒരുപാട് വേവിക്കാറില്ല. എന്നാൽ നാടൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ പച്ചക്കറി നന്നായിട്ട് വേവിച്ചാണ് എടുക്കുന്നത്. പച്ചക്കറിയൊക്കെ ഇവിടെ വെന്ത് റെഡിയായിട്ട് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ചോറ് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് ആവശ്യമായതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോറ് വെന്ത് അടുപ്പത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന പച്ചക്കറി കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാഷ്യൂനട്ടും കിസ്മിസും വറുത്തതും ഗ്രീൻ പീസ് വേവിച്ചതും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മുട്ട ഇഷ്ടമുള്ളവർക്ക് കുറച്ച് മുട്ട ചിക്കി പൊരിച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണിത്. തനി നാടൻ രീതിയിലാണ് ഇതിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും. തലേദിവസം തന്നെ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്കും ഇത് കഴിക്കാൻ വളരെയധികം താല്പര്യമായിരിക്കും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കണും കൂടെ വരും. അതും കൂടെ ഒന്ന് ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.